കുങ്ഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. ഇന്നത്തെ നമ്മുടെ വീഡിയോ സെൽഫ് ഡിഫൻസ് മൂവ്മെൻറ്റുകളാണ്. നിങ്ങൾ ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ എൽബോ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പവർ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു ഭാഗമാണ്. അപ്പോൾ ക്ലോസ് റേഞ്ചിൽ ഇവിടുന്ന് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്നിൻ്റെ ഈ ഒരു ഭാഗം ഈ താടിയിൽ ശരിക്കും ബ്രേക്ക് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഫോഴ്സ് കൊടുക്കാൻ സാധിക്കും. ക്ലോസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഷോർട്ട് റേഞ്ചിൽ തന്നെ നമുക്ക് അധികം ലെങ്ത് ഇല്ലാണ്ട് ഇപ്പം പഞ്ച് ചെയ്യുന്ന സമയത്ത് പഞ്ച് ചെയ്യുന്ന സമയത്ത് ഇത്രയും ക്ലോസ് ആണ്. അപ്പോൾ ഈ ക്ലോസിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് സഡനായിട്ട് എടുക്കാൻ സാധിക്കും. ഓപ്പണിൻ്റെ ഒരു ബ്ലോക്ക് ഒന്നും വരാതെ തന്നെ. ഇപ്പോൾ ബ്ലോക്ക് വന്നാൽ പോലും നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം അതിനു മുമ്പ് തന്നെ നമുക്കിത് ക്ലോസിങ്ങിൽ ഉള്ളിലേക്ക് കയറ്റാൻ സാധിക്കും. അല്ല ഇതുപോലെ നമ്മളുടെ ഷോൾഡറിലേക്ക് പിടിച്ച് കഴിഞ്ഞാൽ നല്ല ശക്തമായിട്ടൊന്ന് പിടിച്ച് ഇതുപോലെ ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് റിലീസ് ചെയ്യാൻ പറ്റും. നമ്മുടെ വലത് കൈ ഇപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് പിടിച്ചേക്കണം. അപ്പോൾ നമുക്ക് വലത് കൈ ഫിസ്റ്റ് ടൈറ്റ് ചെയ്യാം. ഇതുപോലെ ആളുടെ ഫേസിലേക്ക് ഇവിടെ നിന്ന് നല്ല ഫോഴ്സ് കൊടുത്തുകൊണ്ട് നല്ല ഫോഴ്സിലൊരു പഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ പഞ്ച് ചെയ്തിട്ടുണ്ട് ഈ കൈയിന് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഈ പഞ്ച് ചെയ്ത കൈ വെച്ച് തന്നെ നമുക്ക് ഈ ജോയിൻറ്റിൽ കൈ മടക്കിൽ ശക്തമായിട്ട് നല്ല ഫോഴ്സ് കൊടുത്ത് താഴേക്ക് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിവിടെ നിങ്ങൾ താഴേക്ക് പോകും. അതേ സമയത്ത് തന്നെ നമ്മുടെ എൽബോ വെച്ച് ഫേസിലേക്ക് ഇവിടെ നിന്ന് നല്ല ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാം. അപ്പോൾ ഇതിലൂടെ നമുക്ക് ആളെ ഈസി ആയിട്ട് കീഴ്പ്പെടുത്താൻ സാധിക്കും. ഇതുപോലെ നമ്മുടെ കയ്യിലേക്ക് പിടിച്ച് കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഈ കൈയിൻ്റെ റിസ്റ്റിൽ നമ്മൾ ഓപ്പണിൻ്റെ കൈയിൻ്റെ നമ്മൾ ഈ പിടിച്ചേക്കുന്ന റിസ്റ്റിലേക്ക് കണ്ട ഇതിലേക്ക് പിടിക്കുക. ഇനി ഇവിടെ ചെയ്യേണ്ടതിലൊക്കെ നല്ല മാക്സിമം ഫോഴ്സ് കൊടുക്കുക. നല്ല ഫോഴ്സ് കൊടുത്തുകൊണ്ട് രണ്ട് സൈഡിലേക്ക് കണ്ട ഇത് മുകളിലേക്കും ഇത് താഴേക്കും ഇതുപോലെ ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റും. കണ്ട ഇങ്ങനെ പിടിച്ചിട്ട് കണ്ട ഇങ്ങനെ പുഷ് ചെയ്ത് റിലീസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ടേൺ ചെയ്തിട്ട് കണ്ട നമ്മൾ എൽബോ മുട്ടുകൈ ഇവിടെ നിന്ന് നല്ല ഫോഴ്സിൽ കൊണ്ടുവന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് നന്നായിട്ടൊന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ഓൾറെഡി താഴെ വീഴും. അപ്പം നമുക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ആ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.